പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന ബഡ്സ് കേസിനിടയിൽ ഹൈറിച്ച് സൊസൈറ്റിയുടെയും ഹൈറിച്ചിൻ്റെ തന്നെയും വക്കീലന്മാർ നടത്തിയ രണ്ട് നിരീക്ഷണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒന്നാമതായി നമ്മുടെ ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റിയുടെ വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ഈ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കമ്പനി ഈ കേസിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ പണം ഞങ്ങൾക്കാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് അതിന് മാക്സിമം ഇൻട്രസ്റ്റ് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പോലും പറയുകയാണ്, ഈ കേസിൽ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ എന്ന്. കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയുടെ വക്കീൽ വന്ന് ഹൈക്കോടതിയിൽ പറയുന്നു, ഈ കേസിൽ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ ഈ പണം 35,000 ആൾക്കാർക്കാണ് ലഭിക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ വക്കീലിന് പോലും ഉറപ്പില്ല ഈ കമ്പനി ജയിക്കുമെന്നുള്ളത്. മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആകെ 212 കോടി രൂപ മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ മാത്രം ഇല്ല. ഈ 35,000 ആൾക്കാർക്ക് പോലും വീതിച്ചു കൊടുക്കാൻ 16 ലക്ഷത്തോളം ആൾക്കാർ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ അവകാശവാദം പറയുന്നതെങ്കിൽ കൂടി ഈ 35,000 ആൾക്കാർ ഇവരുടെ വക്കാലത്ത് കൊടുത്തു എന്ന് ഇവർ തന്നെ പറയുന്ന 35,000 ആൾക്കാർക്ക് പോലും അവർ നിക്ഷേപിച്ച പണത്തിൻ്റെ ബാക്കി പോലും കൊടുക്കാൻ ഈ കമ്പനിയുടെ കയ്യിൽ പണമില്ല. അതുപോലെ അത് പോട്ടെ, 35,000 പോട്ടെ, 10,000 ആൾക്കാർക്ക് പോലും കൊടുക്കാനുള്ള തുക ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഇവർ അവസാനത്തെ ഇവരുടെ പ്ലാനായിരുന്നു ബോണ്ട്, HROTT ബോണ്ട്. 5 ലക്ഷത്തിൻ്റെ ബോണ്ട് ഇറക്കി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് 10 ഇരട്ടിയും നിങ്ങളിട്ട പണവും പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു തരും എന്നതായിരുന്നു വാഗ്ദാനം. എഴുതി കൊടുത്ത വാഗ്ദാനമാണ് ഇത്. സർക്കുലറായിട്ടും ലീഡർമാരും കമ്പനിയുടെ മുതലാളിമാരും എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. 2 വർഷം കഴിഞ്ഞാൽ 10 ഇരട്ടിയോളം നിങ്ങൾക്ക് ഇതിൻ്റെ വരുമാനം ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാനുള്ള കടലാസ് ഈ കമ്പനിയുടെ കയ്യിലില്ല എന്ന് നല്ലോണം അറിയുന്ന പ്രഗത്ഭനായ ബഡ്സ് എഴുതിയ വക്കീൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറൊരു ദിശയിലാണെന്നും, അതുപോലെ ഈ അക്കൗണ്ടുകളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതിന് ശേഷമാണ് ഈ ഒരു വക്കീലിൻ്റെ രംഗപ്രവേശനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ വക്കീൽ മറ്റുള്ള വക്കീലിനേക്കാൾ ഉയർന്ന വക്കീൽ എന്നതാണ് എല്ലാവരും ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വക്കീലിന് പോലും ഉറപ്പില്ല ഈ കമ്പനി ജയിക്കുമെന്നുള്ളത്. ഇനി അടുത്ത വക്കീലിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ആ വക്കീലെ ഇന്ന് ഫണ്ടുകളെല്ലാം തന്നെ ട്രഷറിയിലേക്ക് മാറ്റണം, എല്ലാ ബാങ്കുകളുടെയും അഫിഡവിറ്റുകൾ പരിശോധിക്കുകയും അവരുടെ വാദങ്ങൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം ഇടക്കാല ഉത്തരവ് പറയുന്നതിനിടയിൽ ഇദ്ദേഹം പറയുന്നു, കമ്പനിയുടെ വക്കീൽ പറയുന്നു, ഞങ്ങൾക്ക് അടിയന്തരമായി ഉള്ള ആവശ്യങ്ങൾക്കുള്ള പണം കൂടി ഇതിൽ നിന്ന് അനുവദിക്കണം
ഈ ട്രഷറിയിലേക്ക് മാറ്റുന്നതിന് മുന്നേ അനുവദിക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അപേക്ഷ വയ്ക്കുന്നത്? ഇവർക്ക് അടുത്ത ആഴ്ച തന്നെ ഒരു ദിവസം ഇവരുടെ കയ്യിലുള്ള എല്ലാ രേഖകളും വച്ച് മെറിറ്റിൽ വാദിക്കാനുള്ള അവസരം കോടതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെറിറ്റിൽ വാദത്തോടു കൂടി ഈ കമ്പനി ജയിക്കുകയും അടുത്ത ദിവസം തന്നെ കമ്പനി തുറക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും തിരിച്ചു തരികയും ചെയ്യുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസവും കൂടി കമ്പനിയുടെ മുതലാളിയും മറ്റുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവരും അടങ്ങിയ സൂം മീറ്റിങ്ങിൽ അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തത്രേ. ഈ കമ്പനി എന്തായാലും തിരിച്ചു വരും, ഞങ്ങൾ ഈ കേസ് ജയിക്കും എന്നത്. എന്നാൽ കമ്പനി കേസ് ജയിക്കുകയാണെങ്കിൽ ഇവരുടെ 212 കോടിയും നിങ്ങൾക്ക് ലഭിക്കുകയല്ലേ ചെയ്യുക? അപ്പോൾ എന്തിനാണ് അതിനിടയ്ക്ക് ഞങ്ങളുടെ വക്കീൽ ഫീസ്, മറ്റ് ചികിത്സാ ചെലവ് എന്നതിനൊക്കെ വേണ്ടി തുക ആവശ്യപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത് ഇവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പ് ഇവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് കേസ് ജയിക്കുകയാണെങ്കിൽ ഈ കോടികളെല്ലാം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ കേസ് ജയിക്കില്ല എന്നതുകൊണ്ടാണ് ഇതുപോലെ ഞങ്ങളുടെ വക്കീൽ ഫീസ്, ചികിത്സാ ചെലവ്, സ്കൂൾ ഫീസ് ഒക്കെ തരണം, അതെങ്കിലും തരണം എന്ന് പറഞ്ഞ് യാചിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കോടതിയിൽ എന്താണ് നടക്കുന്നത്, വാട്സപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. സൂമുകളിൽ വന്ന് ഘോരഘോരം വാദിച്ചിരുന്ന വക്കീലും പറയുന്നു, ഈ കമ്പനി തോക്കുകയാണെങ്കിൽ ഈ പണം ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഞങ്ങൾ ഈ കമ്പനിയിൽ റെഡീയിങ് കൂപ്പൺ എടുത്തതാണ്. റെഡീയിങ് കൂപ്പൺ 200 കോടി ഇവിടെ റെഡീയിങ് കൂപ്പണാണത്രേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കമ്പനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നത് കരുതി നിങ്ങൾ ആരും തന്നെ ഈ കമ്പനിക്കെതിരെ FIR ഇടാനോ അല്ലെങ്കിൽ ക്ലെയിം പെറ്റീഷൻ ഇടാനോ ലീഡർക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നും തന്നെ തുനിയരുത്. അത് നന്ദികേടാണ് എന്നാണ് പറയാനുള്ളത്. 2 വർഷം നിങ്ങൾ ദൈവത്തെ പോലെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് വെറും മറ്റൊരു ദിവസം നിങ്ങൾ ഈ കമ്പനിക്കെതിരെ തിരിയരുത്. ഇത് പോയി എന്ന് കൂട്ടി മറ്റ് പണിയെടുത്ത് ജീവിക്കുക എന്നാണ് അവസാനമായി നിങ്ങളെ ഉപദേശിക്കാനുള്ളത്.